നമസ്കാരം. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ പുതിയൊരു ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പോൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ വോൾ സിറ്റാണ്. അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആയതുകൊണ്ടാണ് നമ്മളിതൊരെണ്ണം സെലക്ട് ചെയ്തത്. അപ്പോൾ ശരിക്കും ഒരു ചുവരിൽ ചാരിതാണ് ചെയ്യേണ്ടത്. ഇനി ചുവരില്ല എന്ന് പറഞ്ഞിട്ട് ആരും ചെയ്യില്ലല്ലോ, ഒരു മരങ്ങൾ തെങ്ങ് ചെയ്യാതിരിക്കില്ലല്ലോ. അപ്പോൾ ഒരു തെങ്ങെങ്കിലും അടുത്തുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നമുക്ക് എക്സ്ക്യൂസ് ഒന്നും വേണ്ട, എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വോൾ സിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് കാലുകൾക്ക് മാത്രമല്ല വയറിനും നല്ല എക്സസൈസും, നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും മസിൽസ് സ്ട്രോങ് ആക്കാനും എൻഡ്യൂറൻസ് കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന വിധം കാണിക്കാം. നമ്മൾ ചുവരിനോട് ചേർന്ന് നിൽക്കുക. ചാരി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഈ ലോവർ ബാക്കിൻ്റെ കേർവ് ഉണ്ടല്ലോ, അത് ചുവരിലേക്ക് പതിഞ്ഞിരിക്കണം. അപ്പം അതാദ്യം പതിച്ചു വയ്ക്കുക. ഓക്കെ, പതിച്ചു വച്ചിട്ട് നമ്മുടെ കാൽപാദങ്ങൾ ഷോൾഡറിൻ്റെ വിട്ടിൽ കൊണ്ടുവയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്ക് നോക്കൂ, അപ്പോൾ നമ്മുടെ വോളിൽ നിന്ന് കാലിൻ്റെ അകലം എന്ന് പറയുന്നത് നമ്മുടെ മുട്ട് മുതൽ അരക്കെട്ട് വരെയുള്ള അത്രയും സ്പേസാണ്, അല്ലെങ്കിൽ ബട്ടക്സിലുള്ള അത്രയും സ്പേസാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഇതാണ് വോൾ സിറ്റ്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് കാലുകൾ നല്ല സൂപ്പർ സ്ട്രോങ്, ഒരു 10-15 സെക്കൻഡ് കഴിയുമ്പോഴാണ് വിറയ്ക്കാൻ തുടങ്ങുന്നത്. നല്ല എക്സസൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ. പക്ഷേ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കൊരു 30 സെക്കൻഡ്, 40 സെക്കൻഡ്, 50 സെക്കൻഡ്, 60, 1 മിനിറ്റോളം നമുക്കിരിക്കാം. 1 മിനിറ്റിൽ കൂടുതലും ഇരിക്കാൻ പറ്റും. പക്ഷെ അത്രയും ചെയ്യേണ്ട ആവശ്യമില്ല, 1 മിനിറ്റ് മതി ശരീരക്ക് നല്ലൊരു എക്സസൈസ് കിട്ടാൻ. ഇനി വയറിന് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് വയറുള്ളിലോട്ട് പിടിച്ച് നെഞ്ച് തുറന്ന് ബാക്ക് മുഴുവനും അവിടെ ചാരി നിന്നുകൊണ്ട് നെഞ്ചിൽ ബ്രീത്ത് ചെയ്യണം. വയറനക്കരുത്, വയറനക്കാതെ എങ്ങനെ നിന്ന് ബ്രീത്ത് ചെയ്യണം. ഇനി എല്ലാവർക്കും തുടക്കത്തിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇത്രയും സ്ട്രോങ് ആയിട്ട്. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചിലർക്ക് മുട്ടുവേദന മറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ 90 ഡിഗ്രി ആംഗിളിൽ ആണ് ഞാനിപ്പോൾ നിന്നത്. അതിന് പകരം കുറച്ചുകൂടെ ഉയർന്ന് മുകളിൽ നിൽക്കുക. അപ്പോൾ ഇത്രയും നിന്ന് തുടങ്ങുക. ഇത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയോ കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടെ താഴോട്ട് വരിക. അങ്ങനെ ചെയ്ത് അവസാനം നമ്മൾ ഇവിടെ എത്തുമ്പോഴേക്ക് ഇവിടെ എങ്ങനെ ഇരിക്കാം. അതായത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഒരാൾക്കൊന്നും നമ്മുടെ കാലിൽ ഇരിക്കാനായിട്ട് പറ്റും. അത്രയും പവർഫുള്ളായിട്ട് നമ്മൾ അത്രയും ഒരു സ്റ്റാൻഡാണ്, ഒരു കസേര പോലെ ഇങ്ങനെ ഇരിക്കും. പക്ഷെ അങ്ങനെ ആരും ഇരിക്കേണ്ട നല്ലൊരു ഐഡിയ അല്ല. ഇനി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡെവലപ്പ് ചെയ്ത് നിന്നതിന് ശേഷം നമ്മൾ പറഞ്ഞ കാലും അബ്ഡമനും ബാക്കും എല്ലാം സ്ട്രോങ് ആവും. അപ്പർ ബോഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ, അപ്പർ ബോഡിക്കും കൂടെ എക്സസൈസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നിന്നിട്ട് കൈകൾ മുമ്പോട്ട് ഇങ്ങനെ വയ്ക്കാം, എന്നിട്ട് വിരലുകൾ ഇങ്ങനെ മൂവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൈകളിലെ മസിലുകളെല്ലാം സ്ട്രോങ് ആവും. ഇനി ഡംബൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡംബൽസ് ഉപയോഗിക്കാം. ഡംബൽസ് മുകളിൽ ഇങ്ങനെ പിടിച്ചിരിക്കാം. അപ്പോൾ അപ്പർ ബോഡിക്കും എക്സസൈസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക. 1 മിനിറ്റ് മാത്രം ചെയ്താൽ മതി ദിവസവും. ഞാൻ സംസാരിച്ചപ്പോഴേ എൻ്റെ കാലുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. സംസാരിച്ചപ്പോഴാണോ സ്ട്രോങ് ആയത്, ചെയ്തപ്പോഴാണോ സ്ട്രോങ് ആയത്? സ്ട്രോങ് ആയി. ഈ ടീച്ചറിന് ഒരു പൊടിക്ക് വലത്തോട്ട് ഇടത്തോട്ട് വിടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഗ്രൂപ്പിലൊന്ന് ചെയ്യുക, നാണിക്കണ്ട. നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാലും നമ്മുടെ മടിയും പേടിയും ഒക്കെ മാറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ധൈര്യമായി ചെയ്തു തുടങ്ങുക. നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷനായി തീരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.